അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഈ പറയുന്ന ജാസ്മിൻ എന്ത് ക്വാളിറ്റി ഉണ്ട് എന്ന്. എന്നിട്ട് വേണം ബാക്കിയുള്ളവരുടെ ക്വാളിറ്റി അളക്കാനായിട്ട്. പ്രത്യേകിച്ച് ജിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. നീ ചിലപ്പം ടോപ്പ് 5 വരുമായിരിക്കും, അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ അറിയാൻ പറ്റും ജിൻഡോയുടെ വില എന്താണെന്ന്. ജിൻഡോയ്ക്ക് നട്ടലുയർത്തി നടക്കാൻ പറ്റുമോ? എന്തുകൂടെ ജിൻഡോ എന്തോ അത്രയ്ക്ക് വലിയ തെറ്റുമല്ല ചെയ്തവിടെ. ഇവളതിനകത്ത് കാണിച്ചു കൂട്ടിയതിനകത്ത് നിങ്ങൾക്ക് ബോധമില്ലേ? എന്തൊക്കെ പറയുന്നത്. പിന്നെ സിബിനെ പറ്റി പറയുന്നത്, ഞാൻ ജീവിതത്തിൽ ഞാൻ ഇനി സംസാരിക്കാത്തയും എനിക്കിഷ്ടമല്ലാത്ത ഒരാൾ സിബിനായിരുന്നു. അവനിവിടെ വന്നു കയറിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കാണിച്ചതൊക്കെ കണ്ടയാണല്ലോ എന്നൊക്കെയുള്ള രീതി. ഇവള് കാണിച്ചതാണ് സിബിൻ്റെ അടുത്ത് പറഞ്ഞത്. സിബിൻ്റെ അടുത്ത് പോയി മുട്ടി നിൽക്കാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. സിബിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് എനിക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടോ? പറ്റത്തില്ല. കാര്യം സിബിൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിപ്പോഴും മനസ്സിൽ കിടന്ന് ഇങ്ങനെ തെകിട്ടോ, എനിക്ക് അവനെ ഒന്നും പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും കിടന്ന് പറയണത്. സ്വന്തമായിട്ട് കിടന്നങ്ങ് മെഴുകുവാണ്. എന്നിട്ട് ഇത് കണ്ട് പൊക്കി പിടിച്ചിട്ട് ജാസ്മിൻ ചെയ്തതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന കുറേ വിവരം കെട്ട നാറികൾ. ഒന്ന് ആലോചിക്കണം, അവൾ ഈ ചെയ്ത തെറ്റുകളും ഇതെല്ലാം ഈ സംസാരമൊക്കെ ഉണ്ടല്ലോ, ഇവളുടെ ഈ റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സംസാരം ഉണ്ടല്ലോ, ഇത് ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇവക്ക് എന്താണ് ഇവൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ തന്നെ പറ. ഇവൾ ഈ ഒരു കോൺവെർസേഷനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വന്തമായിട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണോ? അതും ഇനി ഈ പറയുന്ന ഗബ്രിയുടെ കാര്യം, പുറത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് വളച്ചൊടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. എന്തായാലും ഈ ക്വാളിറ്റി ഉള്ള ആളെ പറ്റിയിട്ട് രജിത് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ അതിൻ്റെ ഫുൾ ഇൻ്റർവ്യൂ ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണും. അടിക്കണമെന്നാണ് രജിത് സാർ പറഞ്ഞത്. 4ാമത്തെ ദിവസം തോന്നുന്ന പ്രണയത്തിന് എന്താണ് നമുക്ക് പറയേണ്ടത്? അതാണ് സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇതൊക്കെ തന്നെ എല്ലാവർക്കും. അപ്പം ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജാസ്മിൻ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് കേൾക്കണം. ഇവരൊക്കെ പറയണത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ ബോധം വരും. ഇനി വേറൊരാളും കൂടി ഉണ്ട്, അതിനകത്തുള്ളൊരു കൂട്ടുകാരിയും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, റസ്മിൻ ഈ റിലേഷൻഷിപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ റസ്മിൻ ഫിലിമി ബീറ്റിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കാം. ജാസ്മിൻ ചെയ്തത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിയാണെന്ന് പറയില്ല. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ പുറത്ത് അവൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞു, പക്ഷെ അകത്ത് വേറൊരു കാര്യം എന്താ പറയുക, ജാസ്മിൻ ചെയ്തത് ശരിയല്ലെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. വേറെ ഇനി ഒന്നുമില്ല കേട്ടല്ല. കൂട്ടുകാരിയാണ്. അതിൻ്റെ കൂടെ നടന്ന ഈ ഇവരുടെ 2 പേരുടെ ഇടയിൽ, അതായത് ഗബ്രിയുടെയും ജാസ്മിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റസ്മിൻ പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾ കേട്ടത്. ഇതെല്ലാം പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ കേൾക്കണം. ഓരോന്നായിട്ട് ഓരോ വീഡിയോകളും കേട്ടിട്ട് എന്ത് ഡ്രാമയായിരിക്കും ഇനി വന്ന് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇനിയെങ്കിലും ഇതുപോലുള്ള ഊളത്തരങ്ങളൊക്കെ വന്ന് പറയുമ്പം സ്വന്തമായിട്ട് ചെയ്ത തെറ്റുകൾ എന്തൊക്കെ ഉണ്ടെന്ന് ഓരോന്നായിട്ടൊന്ന് കണക്കെടുത്ത് നോക്ക്. പ്രത്യേകിച്ച് അഫ്സലിൻ്റെയൊക്കെ കേസിൽ മരണം വരെ ഓരോരുത്തരെ കൂടെ നിർത്തുന്നു. എന്നിട്ട് അഫ്സലിൻ്റെ കേസിൽ എന്തോ കാണിച്ചറിയാറില്ല എന്തൊക്കെയാണ്. ഞാൻ ഇതിനകത്ത് പറ്റി കൂടുതൽ പറയുന്നില്ല. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.